പിന്നെ ഹൈപ്പോവോളീമിയനെ ട്രീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മള് ബ്ലഡ് ഗ്ലൂക്കോസ് കുറയ്ക്കാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് കൊടുക്കും? ഇൻസുലിൻ കൊടുക്കും. ഇൻസുലിൻ കൊടുക്കും, ഇൻസുലിൻ. പിന്നെ അതുപോലെ ഹൈപ്പോവോളീമിയ ഇതാക്കാൻ വേണ്ടിട്ട് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മള് സോഡിയം ക്ലോറൈഡ് കൊടുക്കും. ഓക്കെ, അപ്പം ആദ്യമേ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഫസ്റ്റ് 1 hour നമ്മൾ 0.9% സോഡിയം ക്ലോറൈഡ് കൊടുക്കും. 1 hour per liter ആയിട്ട്, 1 liter per hour ആയിട്ട്. ഓക്കെ, ഫസ്റ്റ് 1 hour. പിന്നെ അടുത്ത 5 hours, അതായത് 1 to 6 hours 0.5 to കുറയ്ക്കാം, അതിന്റെ എമൗണ്ട് 0.5 to 1 liter per hour. ഓക്കെ, പിന്നെ നമ്മളില്ലേ ഇത് ആ 6 hours വരെ നമ്മൾ ഓരോ hourലും ഓസ്മോളാരിറ്റി ചെക്ക് ചെയ്തോണ്ടിരിക്കണം, മെഷർ ചെയ്തോണ്ടിരിക്കണം. മനസ്സിലായോ? ഓരോ hourലും. അപ്പം ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണുകയാണെങ്കിൽ നമ്മൾ 0.9% NaCl എന്നുള്ള കോൺസെൻട്രേഷൻ കുറച്ചിട്ട് 0.45% NaCl കൊടുക്കാം. ഓക്കെ, മനസ്സിലായോ? ഇനി പിന്നെ നമ്മൾ അപ്പൊ അങ്ങനെ ഹൈപ്പോവോളീമിയ നമ്മൾ ട്രീറ്റ് ചെയ്ത്, ഇനി ബ്ലഡ് ഗ്ലൂക്കോസ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഇൻസുലിൻ ഇൻഫ്യൂഷൻ കൊടുക്കും. അപ്പൊ ഇൻസുലിൻ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? പൊട്ടാഷ്യം എന്തായിരുന്നു, സെല്ലിന്റെ അകത്തേക്കോ പുറത്തേക്കോ അങ്ങാണ്ട് അകത്തേക്ക് പോകും, സെല്ലിനകത്തോ പോകും. അപ്പം ഹൈപ്പോകലീമിയ ഉണ്ടാവും. അപ്പൊ അതിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, പിന്നെ അതുപോലെ ഇൻസുലിൻ അധികമായി ഹൈപ്പോഗ്ലൈസീമിയ വരാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ 5% ഡെക്സ്ട്രോസ് കൊടുക്കാൻ റെഡി ആയിട്ടിരിക്കണം. കാരണം ഇൻസുലിൻ കൊടുക്കുമ്പോൾ ഹൈപ്പോഗ്ലൈസീമിയ വരാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഡിഗ്രി ഓഫ് ഡീഹൈഡ്രേഷനും മെന്റൽ സ്റ്റാറ്റസും അതുപോലെ എനി സോഴ്സ് ഓഫ് സെപ്സിസ് എന്തെങ്കിലും ഉണ്ടോ, കാരണം ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ഓസ്മോളാരിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം ഓരോ hourലും, അതായത് ഫസ്റ്റ് 6 hours ഓരോ hourലും ഓസ്മോളാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. കഴിയുമ്പോൾ പിന്നെ നമ്മൾ എവറി 2 hours കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം നോർമൽ ഓസ്മോളാരിറ്റി ആണ് എന്ത് 280 to 296 മില്ലി ഓസ്മോൾസ് പെർ ലിറ്റർ. ഓക്കെ, ഇനി ഇതിന്റെ പുവർ പ്രോഗ്നോസ്റ്റിക് ഫാക്ടേഴ്സ് ആണ് ഹൈപ്പോതേർമിയ, ഹൈപ്പോടെൻഷൻ, അതായത് സിസ്റ്റോളിക് BP 90 കുറയുകയാണെങ്കിൽ. ഓക്കെ, പിന്നെ സിറം ഓസ്മോളാലിറ്റി 360 കൂടുകയാണെങ്കിൽ, പിന്നെ ടാക്കിക്കാർഡിയ, ബ്രാഡികാർഡിയ, സിവിയർ ഹൈപ്പോനേട്രീമിയ, ഇതെല്ലാം പുവർ പ്രോഗ്നോസ്റ്റിക് ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, ഇത്രയുമാണ് ഹൈപ്പർ ഓസ്മോളാർ, ഹൈപ്പർ ഗ്ലൈസീമിക്, നോൺ കീറ്റോട്ടിക് സ്റ്റേറ്റ്. ഓക്കെ, അടുത്ത ഹൈപ്പോഗ്ലൈസീമിയ. ഓക്കെ, അപ്പൊ ഹൈപ്പോഗ്ലൈസീമിയ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഇതിന്റെ മാനേജ്മെന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതെന്ന് പറഞ്ഞാല് മെയിൻ ആയിട്ട് ഇൻസുലിൻ തെറാപ്പി എടുക്കുന്നവർക്കാണ് ഹൈപ്പോഗ്ലൈസീമിയ നോർമലി വരാറ്. പിന്നെ ഓറൽ ലെസ് ഫ്രീക്വന്റ്ലി സൾഫോണൈൽ യൂറിയാസ് കാരണവും വരാം. ഓക്കെ, അടുത്ത പേജ് എടുത്തോളാം. നിനക്ക് വരയ്ക്കാം കേട്ടോ. ഓക്കെ. അപ്പൊ ഇൻസുലിനും സൾഫോണൈൽ യൂറിയാസും മെയിൻലി. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മളെ ബ്ലഡില് ബ്ലഡ് ഗ്ലൂക്കോസ് കുറഞ്ഞിരിക്കല്ലേ. അപ്പം എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മളെ ബോഡി ബ്ലഡ് ഗ്ലൂക്കോസിന് അറ്റ്ലീസ്റ്റ് ബ്രെയിനിലേക്കെങ്കിലും ഗ്ലൂക്കോസ് എത്തിക്കാൻ വേണ്ടിയിട്ട് ബ്ലഡ് ഗ്ലൂക്കോസ് കൂട്ടാൻ നോക്കും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇൻസുലിൻ കുറയ്ക്കും. പിന്നെ ഇൻസുലിന്റെ കൗണ്ടർ ആക്ഷൻ ഉള്ള 3 ഹോർമോൺസ് ആണ് കോർട്ടിസോൾ, ഗ്ലൂക്കഗോൺ, കാറ്റകോളമിൻസ്. ഓക്കെ, അപ്പൊ ഇത് 3നെയും കൂട്ടും, ഇൻസുലിനെ കുറയ്ക്കും. അപ്പം ബ്ലഡ് ഗ്ലൂക്കോസ് കുറച്ച് കൂടും. അപ്പൊ നമ്മളെ ബ്രെയിനിലെ സെൽസിന് ഗ്ലൂക്കോസ് എടുക്കാൻ എന്ത് വേണ്ട, ഇൻസുലിൻ വേണ്ടല്ലോ. അപ്പൊ ബ്രെയിനിലെങ്കിലും അറ്റ്ലീസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പരിധി വരെ അങ്ങനെയൊക്കെ നിൽക്കും. പക്ഷെ പിന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യണം. മനസ്സിലായോ? പിന്നെ ഇതിന്റെ ഡെഫിനിഷൻ പറയുമ്പോൾ ബ്ലഡ് ഗ്ലൂക്കോസ് 70 mg/dl കുറയും. ഓക്കെ, ഇനി അടുത്ത സ്പോണ്ടേനിയസ് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, അതൊരു വേറെ ടോപ്പിക്കാണ്. ആക്ച്വലി നോൺ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഹൈപ്പോഗ്ലൈസീമിയ വരുമ്പോഴാണ് സ്പോണ്ടേനിയസ് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയാം. അതിവിടെ പറയുന്നില്ല, ഞാൻ വെറുതെ മെൻഷൻ ചെയ്തു എന്നുള്ളൂ. ഓക്കെ, അടുത്തത് സിംറ്റംസ് പറയാം. സിംറ്റംസ് പറയുമ്പം ഇതിനെ 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ട് നമുക്ക് ഓർത്തിരിക്കാം. ഒന്ന് ഓട്ടോണോമിക് സിംറ്റംസ്, പിന്നെ ഒന്ന് ന്യൂറോഗ്ലൈക്കോപീനിക് സിംറ്റംസ്, പിന്നെ നോൺ സ്പെസിഫിക് സിംറ്റംസ്. നമ്മൾ പറഞ്ഞല്ലോ കാറ്റകോളമിൻസ് കൂടും. ലൈക്ക് ഇത് ഗ്ലൂക്കോസ് കുറയുമ്പോൾ ഇൻസുലിൻ
ഇൻസുലിൻ എന്തായിരുന്നു ഇൻസുലിൻ കുറയും, ഗ്ലൂക്കോഗോണും കാറ്റക്കോളമീൻസും കോർട്ടിസോളും കൂടും എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതുകൊണ്ട് ഉണ്ടാവുന്നതാണ് ഓട്ടോണോമിക് സിംറ്റംസ്. അതായത് സ്വെറ്റിംഗ്, ട്രെംബ്ലിങ്, അതുപോലെ എന്താ പാൽപിറ്റേഷൻസും, ഹങ്കർ, ആങ്സൈറ്റി, ഇതെല്ലാം. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ ബ്രെയിനിന് ഗ്ലൂക്കോസ് കിട്ടാണ്ടാവുമ്പം ഉണ്ടാവുന്ന സിംറ്റംസ് ആണ് ഡെലീരിയം, ഡ്രൗസിനെസ്, സ്പീച്ച് ഡിഫിക്കൽറ്റി, ഇനബിലിറ്റി ടു കോൺസെൻട്രേറ്റ്, ഇൻകോർഡിനേഷൻ, ഇറിറ്റബിലിറ്റി, ആങ്കർ, ഇതെല്ലാം. പിന്നെ നോൺ സ്പെസിഫിക് ആയിട്ടുള്ള നോസിയ, ഹെഡേക്ക്, ടയർഡ്നെസ്, ഇങ്ങനത്തെ സിംറ്റംസ് എല്ലാം ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് കോമൺ സിംറ്റംസ് ഓഫ് ഹൈപ്പോഗ്ലൈസീമിയ. ഓക്കെ. പിന്നെ നമ്മൾ സിവിയർ ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാവുകയാണെങ്കിൽ നെക്സ്റ്റ് പേജ് എടുത്തോടാ. കൺവെൽഷൻസ്, കോമ, ഫോക്കൽ ന്യൂറോ ഡെഫിസിറ്റ്സ്, അങ്ങനത്തെ സീരിയസ് മോർബിഡിറ്റീസ്. അതും കഴിഞ്ഞല്ലോ. അടുത്തത് ഇത് ഒന്നുമില്ല, ഇത് നേരത്തെ പറഞ്ഞ സിംറ്റംസ് തന്നെ. ട്രെംബ്ലിങ്ങും അതുപോലെ ഡിസിനെസ്സും അതെല്ലാം എന്തുകൊണ്ടാ? ന്യൂറോ ഗ്ലൈക്കോപീനിക് സിംറ്റംസ്. സ്വെറ്റിങ്ങും അതെല്ലാം സിമ്പതറ്റിക് സിംറ്റംസ്. ഇനി അടുത്ത പേജ് എടുത്തോ. ഇനി സിവിയർ ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാവുകയാണെങ്കിൽ സീരിയസ് മോർബിഡിറ്റീസ് ലൈക്ക് കൺവെൽഷൻസ്, കോമ, ഫോക്കൽ ന്യൂറോ ഡെഫിസിറ്റ്സ് ഒക്കെ ഉണ്ടാവും. ചിലപ്പോ കാർഡിയാക് അരിത്മിയ വന്നിട്ട് പേഷ്യന്റ് അപ്പൊ തന്നെ സ്ലീപ്പില് മരിച്ചു പോവാം. ഓക്കെ. അതിനാണ് നമ്മൾ ഡെഡ് ഇൻ ബെഡ് സിൻഡ്രോം എന്ന് പറയാം. ഓക്കെ. പിന്നെ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ ചില പേഷ്യൻസിന് നൊക്ടേണൽ ഹൈപ്പോഗ്ലൈസീമിയ, അതായത് മിക്കവാറും അത് അൺഡിറ്റക്റ്റഡ് ആയിട്ട് പോകും. കാരണം പേഷ്യന്റ് അറിയൂല കേട്ടോ. രാവിലെ എണീക്കുമ്പോഴത്തേക്ക് സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആയ കാരണം മോർണിംഗ് ഹെഡ് ഏക്സും നൈറ്റ് മെയർ ഒക്കെ ഉണ്ടാവും. പിന്നെ പാർട്ട്ണർ ചിലപ്പം പ്രൊഫ്യൂസ് സ്വെറ്റിംഗ്, റെസ്റ്റ്ലെസ്നെസ്, ഇതുപോലത്തെ സിംറ്റംസ് ഒക്കെ പറയും. മനസ്സിലായോ? മനസ്സിലായോ? അതാണ് നൊക്ടേണൽ ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്നത്. പിന്നെ വേറൊന്നുണ്ട്, എക്സസൈസ് ഇൻഡ്യൂസ്ഡ് ഹൈപ്പോഗ്ലൈസീമിയ. അത് പറഞ്ഞാൽ ഈ ഇൻസുലിൻ എടുക്കുന്ന പേഷ്യൻസ് ഇല്ലേ, ഇൻസുലിൻ നമ്മള് IM ആയിട്ട് ഇൻജെക്ട് ചെയ്യാ അല്ലേ ചെയ്യാ അല്ലേ? IM ആയിട്ടല്ലേ, സബ്ക്യൂട്ടാണ് കൊടുക്കുക. അപ്പം ഇൻജെക്ട് ചെയ്യുന്ന സൈറ്റിലുള്ള മസിൽ ഇല്ലേ, ആ മസില് കൺട്രാക്ട് ചെയ്യും. പിന്നെ കാരണം എക്സസൈസ് വരുമ്പോ ഓക്സിജൻ ഡിമാൻഡ് കൂടുമല്ലോ, അപ്പൊ അവിടെ നല്ലോണം ഇൻസുലിൻ ഉണ്ടാവുമല്ലോ. മനസ്സിലായോ? അപ്പൊ അവിടുന്ന് ഗ്ലൂക്കോസ് എടുത്തോണ്ടേ ഇരിക്കും, ഇൻക്രീസ് അപ്ടേക്ക്. അപ്പം ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാവും. മനസ്സിലായോ? അതുപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വെച്ച ഗ്ലൈക്കജൻ എല്ലാം തീരും ചെയ്യും. അപ്പോഴും കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാവും. അപ്പൊ ഇതാണ് എക്സസൈസ് കഴിഞ്ഞാൽ സംഭവിക്കുന്നത്. മനസ്സിലായോ? ഇനി അടുത്ത പേജ്. ഇതെന്ന് പറഞ്ഞാൽ കോസസ്, അതായത് കോസസ് ആൻഡ് റിസ്ക് ഫാക്ടേഴ്സ് ഓഫ് ഹൈപ്പോഗ്ലൈസീമിയ. അതായത് ഇപ്പൊ ഒരു പേഷ്യന്റ് ഭയങ്കര സ്ട്രിക്റ്റ് ഗ്ലൈസീമിക് കൺട്രോളിലാണെങ്കിൽ അങ്ങനെ ചിലപ്പോൾ ഹൈപ്പോഗ്ലൈസീമിയ വരാം. അല്ലെങ്കിൽ പ്രീവിയസ് സിവിയർ ഹൈപ്പോഗ്ലൈസീമിയ ഉള്ള ആൾക്കാർക്ക് പിന്നെ ഹൈപ്പോഗ്ലൈസീമിയ റെക്കർ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ചിലപ്പോൾ ഹൈപ്പോഗ്ലൈസീമിയന്റെ ഏർലി സിംറ്റംസ് ഒന്നും അറിയാതെ പോയിട്ട് അങ്ങനെയും പ്രശ്നം വരാം. ഇംപയർഡ് അവയർനെസ് ഓഫ് ഹൈപ്പോഗ്ലൈസീമിയ. മനസ്സിലായോ? ബാക്കിയുള്ളൊക്കെ വൈകാട്ട് പഠിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ മാലബ്സോർപ്ഷൻ കാരണം വരാം. അതുപോലെ ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസ് കാരണം, ലൈക്ക് എക്സസൈസ് ചെയ്യുമ്പോഴും, അതുപോലെ ആൽക്കഹോൾ, ഏർലി പ്രഗ്നൻസി, ഇതൊക്കെ. ഇത് ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നു. പഠിക്കാൻ എനിക്ക് വലിയ വഴിയൊന്നും കണ്ടില്ല, അതുകൊണ്ട് ഞാൻ വയ്യാത്ത. ഓക്കെ. അടുത്തത് മാനേജ്മെന്റ്. പറയട്ടെ. മാനേജ്മെന്റ് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സിവിയറിറ്റി. അതായത് പേഷ്യന്റ് കോൺഷ്യസ് ആണോ അല്ലയോ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കോൺഷ്യസ് അല്ലെങ്കിൽ പേഷ്യന്റിനെ സോൾവ് ചെയ്യാൻ പറ്റില്ലല്ലോ, അപ്പൊ നമുക്ക് ഓറൽ തെറാപ്പി കൊടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ പേഷ്യൻസിന് നമ്മൾ പാരന്ററൽ എയ്ഡ് കൊടുക്കും. പക്ഷെ ബാക്കിയുള്ളവർക്ക് നമ്മൾ ഓറൽ കാർബോഹൈഡ്രേറ്റ്സ് കൊടുത്താൽ മതി. ഓക്കെ. അപ്പൊ ആദ്യമേ ബയോകെമിക്കൽ ഹൈപ്പോഗ്ലൈസീമിയ അല്ലെങ്കിൽ സിംറ്റമാറ്റിക് ഹൈപ്പോഗ്ലൈസീമിയ. നമ്മൾ തന്നെ ഇപ്പൊ സിംറ്റംസ്, ഹൈപ്പോഗ്ലൈസീമിയന്റെ സിംറ്റംസ് ഐഡന്റിഫൈ ചെയ്തിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതായത് 5 to 7 ഡെക്സ്ട്രോസോൾ ടാബ്ലറ്റ്സ് എടുക്കുക, അല്ലെങ്കിൽ ഒരു 200 ml ഫ്രൂട്ട് ജ്യൂസ് കുടിക്കുക. ഒന്നുമില്ലെങ്കിൽ 2 to 3 ടേബിൾ സ്പൂൺ എന്താ പറയാ ഷുഗർ എടുത്തിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തങ്ങ് കുടിക്കുക. ഓക്കെ. ഫാസ്റ്റ് ആക്ടിങ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് ഓറലി കഴിക്കുക. എന്നിട്ട് ഒരു 15 minutes കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും ഗ്ലൂക്കോസ് മെഷർ ചെയ്യാം. അപ്പം 72 g/dl കുറവാണെങ്കിൽ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം സെയിം റിപ്പീറ്റ് ചെയ്യാം, ഏതെങ്കിലും ഒക്കെ കഴിക്കുക.
ഓക്കെ. എന്നിട്ട് പിന്നെയും 15 മിനിറ്റ്സ് നോക്കുക, എന്നിട്ട് പിന്നെയും ഗ്ലൂക്കോസ് മെഷർ ചെയ്യുക. അങ്ങനെ 3 സൈക്കിൾസ് വരെ നമുക്ക് ചെയ്യാം. 3 സൈക്കിൾസ് കഴിഞ്ഞിട്ടും കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് പോകണം. ഓക്കെ. എന്നിട്ട് ഗ്ലൂക്കോഗോൺ 1 മില്ലിഗ്രാം IM ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ 200 ml 10% ഡെക്സ്ട്രോസ് IV ആയിട്ട് 15 മിനിറ്റ്സിൽ. ഒന്നുകിൽ ഗ്ലൂക്കോഗോൺ IM ആയിട്ട് 1 mg ഗ്ലൂക്കോഗോൺ കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ 200 ml 10%, ഇത് ഓർ ആണ് കേട്ടോ, 10% ഡെക്സ്ട്രോസ് IV ആയിട്ട് 15 മിനിറ്റ്സിൽ. ഓക്കെ. ഇനി എന്നിട്ട് പിന്നെ നമ്മൾ മെഷർ ചെയ്യാം. ഹലോ, പിന്നെ നമ്മൾ മെഷർ ചെയ്യാം. എന്നിട്ട് 72 mg/dl കൂടാണെങ്കിൽ ഒരു ലോങ് ആക്ടിങ് കാർബോഹൈഡ്രേറ്റ് കൊടുക്കുക പേഷ്യന്റിന്. അത്ര തന്നെ. ഓക്കെ. ഇനി അടുത്ത ഇതെന്ന് വെച്ചാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സിവിയർ ഹൈപ്പോഗ്ലൈസീമിയ അല്ലെങ്കിൽ ഹൈപ്പോഗ്ലൈസീമിക് കോമ. ഇതിന്റെ മാനേജ്മെന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ്. ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണം. ഒന്നുകിൽ IV ആയിട്ട് 75 to 100 ml 20% ഡെക്സ്ട്രോസ്, അല്ലെങ്കിൽ IV ആയിട്ട് 150 ആണ് 150 to 200 ml 10% ഡെക്സ്ട്രോസ് കൊടുക്കുക, അല്ലെങ്കിൽ IM ആയിട്ട് ഗ്ലൂക്കോഗോൺ കൊടുക്കുക. ഓക്കെ. ഇതിൽ ഏതെങ്കിലും ഒന്ന് കൊടുക്കണം. മനസ്സിലായോ? അല്ലെങ്കിൽ IV ആയിട്ട് 75 to 100 ml 20% ഡെക്സ്ട്രോസ്, അല്ലെങ്കിൽ IV ആയിട്ട് 15 to 200 ml 10% ഡെക്സ്ട്രോസ്, അല്ലെങ്കിൽ IM ആയിട്ട് ഗ്ലൂക്കോഗോൺ 1 മില്ലിഗ്രാം. ഓക്കെ. എന്നിട്ട് പേഷ്യന്റ് കോൺഷ്യസ് ആവോ നോക്കുക. പേഷ്യന്റ് കോൺഷ്യസ് ആവുകയാണെങ്കിൽ ഓറലി ഗ്ലൂക്കോസ് സ്വീറ്റ്സ് കൊടുക്കുക. പിന്നെ 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് മെഷർ ചെയ്യുക, ബ്ലഡ് ഗ്ലൂക്കോസ് മെഷർ ചെയ്യുക. എന്നിട്ട് നേരത്തെ നമ്മൾ ട്രീറ്റ് ചെയ്തില്ലേ അതേപോലെ തന്നെ ട്രീറ്റ് ചെയ്യുക. അതായത് <72 mg/dl ആയിട്ട് നിൽക്കുവാണെങ്കിൽ പിന്നെ നമ്മൾ ഓറലി മറ്റേ 200 ml ജ്യൂസോ അങ്ങനെ എന്താണ്ടൊക്കെ പറഞ്ഞില്ല കൊടുക്കുക. എന്നിട്ട് പിന്നെയും 15 മിനിറ്റ്സ് കഴിഞ്ഞ് മെഷർ ചെയ്യുക. സെയിം സംഭവം. ഓക്കെ. ഓക്കെ. ഇനി പ്രിവെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പേഷ്യന്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം. റിസ്ക് ഫാക്ടേഴ്സ് ആൻഡ് കോസസിന്റെ ഒരു ബോക്സ് ഞാൻ നേരത്തെ കാണിച്ചില്ലേ, അതിനെക്കുറിച്ച് പേഷ്യന്റിന് പറഞ്ഞു കൊടുക്കണം. ഓക്കെ. പിന്നെ രണ്ടാമത്തെ കാര്യം, പേഷ്യന്റിന്റെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാം സിംറ്റംസ് ആൻഡ് സയൻസും മാനേജ്മെന്റ് എല്ലാം പറഞ്ഞു കൊടുക്കണം. ഓക്കെ. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് ഫാർമക്കോ കൈനറ്റിക്സ് ആൻഡ് ഫാർമക്കോ ഡൈനാമിക്സ് ഓഫ് ഇൻസുലിൻ റെജിമെൻ. അതായത് ആ പേഷ്യന്റ് എടുക്കുന്ന ഇൻസുലിൻ റെജിമെനെ കുറിച്ച് പേഷ്യന്റ് അറിയാം. അത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഒരു പേഷ്യന്റിന് 11 PM to 2 AM ആ ഒരു ടൈമിന് നൊക്ടേണൽ ഹൈപ്പോഗ്ലൈസീമിയ വരുന്നെന്ന് വിചാരിച്ചോ. ഓക്കെ. അപ്പൊ ഈ പേഷ്യന്റ് ആണെങ്കിൽ ഇപ്പൊ ഒരു 7 PM മുന്നേ ഫുഡ് കഴിച്ചിട്ട്, ഫുഡിന് മുന്നേ ആണല്ലോ ഇൻസുലിൻ എടുക്കുക അല്ലേ, ഇന്റർമീഡിയറ്റ് ആക്ടിങ് ഇൻസുലിൻ ബിഫോർ മീൽ എടുത്തെന്ന് വിചാരിച്ചോ. അതിന്റെ പീക്ക് ആക്ഷൻ വരിക 11 PM to 2 AM ഇടയിലാണ്. അതായത് പേഷ്യന്റിന് നൊക്ടേണൽ ഹൈപ്പോഗ്ലൈസീമിയ വരുന്ന സമയവും ഇൻസുലിന്റെ പീക്ക് ആക്ഷനും കൂടെ കോയിൻസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര വേഴ്സ് കണ്ടീഷൻ ആവൂലേ. അപ്പം മനസ്സിലായില്ലല്ലോ ആർക്കും? ഒന്നുകൂടെ പറയാം. ഹലോ, ഒന്നുകൂടെ പറഞ്ഞടാ. പേഷ്യന്റിന് ഇപ്പം നൊക്ടേണൽ ഹൈപ്പോഗ്ലൈസീമിയ വരുന്നത് ഒരു 11 PM to 2 AM ഇടയിലുള്ള ടൈമിലാണെന്ന് വിചാരിക്കുക. ഓക്കെ. എന്നിട്ട് ഈ പേഷ്യന്റ് ആണെങ്കിൽ ഒരു 7 PM മുന്നേ ആയിട്ട് മീൽസ് എടുക്കുന്ന 7 PM മുന്നേ ആയിട്ട് ഇൻസുലിൻ എടുക്കുന്ന ആളാണെങ്കിൽ, ഇന്റർമീഡിയറ്റ് ആക്ടിങ് ഇൻസുലിൻ എടുക്കുന്ന ആളാണെങ്കിൽ ഇതിന്റെ പീക്ക് ആക്ഷൻ വരാ 11 AM to 2 PM ഇടയിലുള്ള ടൈമിൽ തന്നെയാണ്. അപ്പൊ ഇൻസുലിന്റെ പീക്ക് ആക്ഷൻ വരുന്ന സമയവും ഈ പേഷ്യന്റിന് നൊക്ടേണൽ ഹൈപ്പോഗ്ലൈസീമിയ വരുന്ന സമയം കൂടെ കോയിൻസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വേഴ്സ് കണ്ടീഷൻ ആവൂലേ. മനസ്സിലായോ? അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് പേഷ്യന്റിന്റെ അടുത്ത് ഇൻസുലിൻ എടുക്കുന്ന ടൈം മാറ്റാൻ പറയാ. ഇപ്പൊ ഇൻസുലിൻ ഇപ്പം ഒരു 11 PM ആ ടൈമിന് എടുക്കുകയാണെങ്കിൽ പീക്ക് ആക്ഷൻ വരെ 5 to 7 AM ടൈമിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ വലിയ പ്രശ്നം വരില്ല. അതാണ് മൂന്നാമത്തെ കാര്യം പറയുന്നത്. അതാണ് ഈ ഫാർമക്കോ കൈനറ്റിക്സ് ആൻഡ് ഫാർമക്കോ ഡൈനാമിക്സ് ഓഫ് ഇൻസുലിൻ റെജിമെൻ പേഷ്യന്റിന് പറഞ്ഞു കൊടുക്കുക. മനസ്സിലായോ? അതായത് അയാൾ എടുക്കുന്ന ഇൻസുലിന്റെ ആക്ഷൻ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക, എങ്ങനെ എടുക്കണം എന്നുള്ള പറഞ്ഞു. ഓക്കെ. അപ്പൊ ഇത്രയാണ്. ഇത് രണ്ടെണ്ണമല്ല, ഇതും പിന്നെ DK ആണ് ആക്യൂട്ട് കോംപ്ലിക്കേഷൻസ്. ഇനി ക്രോണിക് കോംപ്ലിക്കേഷൻസ് പറയാം. അപ്പൊ ക്രോണിക് കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
മെയിൻലി ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്കാണ് ക്രോണിക് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുക. ഓക്കെ, ക്രോണിക് കോംപ്ലിക്കേഷൻസ് ഞാൻ പറഞ്ഞ പോലെ മൈക്രോവാസ്കുലർ ഉണ്ട്, മാക്രോവാസ്കുലർ ഉണ്ട്. ഓക്കെ, മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻ അവിടെ ഡയബറ്റിക് റെറ്റിനോപ്പതി, ഡയബറ്റിക് ന്യൂറോപ്പതി, പിന്നെ റെഡ്യൂസ്ഡ് ബ്ലഡ് ഫ്ലോ കാരണമാണ്. റെഡ്യൂസ്ഡ് ബ്ലഡ് ഫ്ലോയും പിന്നെ അതുപോലെ ന്യൂറോപ്പതിയും കാരണമാണ് നമ്മളെ ഡയബറ്റിക് കൂട്ട് വരുന്നത് കേട്ടോ. പിന്നെ ഡയബറ്റിക് നെഫ്രോപ്പതി, ഇതെല്ലാമാണ് എന്ത് മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസ്. പിന്നെ സ്ട്രോക്കും അതുപോലെ MIയും അതെല്ലാം ആണ് മാക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻ. ഓക്കെ, നെക്സ്റ്റ് പേജ് എടുത്തു. ഓക്കെ, ഈ മാക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസിനാണ് കമ്പാരിറ്റീവ്ലി മോർട്ടാലിറ്റി റേറ്റ് കൂടുതൽ. മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസിന് മോർട്ടാലിറ്റി ഉണ്ടാകുന്നെങ്കിൽ റീനൽ ഫെയിലിയർ കാരണമായിരിക്കും. അതായത് ഡയബറ്റിക് നെഫ്രോപ്പതി വന്നിട്ട് റീനൽ ഫെയിലിയർ വന്നിട്ട് അങ്ങനെ മറ്റുവാ. ഇനി പറയാൻ പോണ വലിയ ഇമ്പോർട്ടന്റ് ആയ കാര്യമില്ല, എന്നാലും ഞാൻ ഒരു എന്താ പറയാ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. എന്താ സംഭവിക്കുന്നത് ഇവിടെ, എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ലൂമൻ കണ്ടോ, ലൂമൻ എഴുതിയിട്ടുണ്ടോ? ഇതൊരു ബ്ലഡ് വെസൽ ആണ് കേട്ടോ. ബ്ലഡ് വെസലിന്റെ ലൂമൻ, ട്യൂണിക്ക ഇന്റിമ, ട്യൂണിക്ക മീഡിയ. ഓക്കെ, ബ്ലഡ് വെസലിന് ഗ്ലൂക്കോസിന്റെ എമൗണ്ട് കൂടി. അപ്പം ഗ്ലൂക്കോസ് ആക്ച്വലി എൻഡോത്തീലിയൽ സെൽസിനകത്തോട്ട് എടുക്കാൻ വേണ്ടി ഇൻസുലിൻ വേണ്ട കേട്ടോ, അല്ലാണ്ട് തന്നെ എടുക്കും. അത് ഇങ്ങനെ ഉണ്ടല്ലോ, ഇപ്പൊ ഗ്ലൂട്ട് 1, 2, 3, 4 അങ്ങനെ 4 ഇല്ലേ, അതില് ഏതാണ്ടൊക്കെ ട്രാൻസ്പോർട്ടേഴ്സിന് ഇൻസുലിൻ വേണ്ട, ഇൻസുലിൻ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് നടക്കും. മനസ്സിലായോ? അപ്പൊ അതുപോലെയാണ് ഇവിടെ എന്താവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് എൻഡോത്തീലിയൽ സെൽസിൽ കയറിയിട്ട് അവിടുന്ന് കൂടുതലായിട്ട് ഓക്സിഡേഷൻ നടക്കും. അപ്പൊ റിയാക്റ്റീവ് ഓക്സിജൻ ഹലോ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ഉണ്ടാവും. ഓക്കെ, ഇതെന്ന് പറഞ്ഞാല് എന്താണ്, ഈ സാധനം എന്തെന്ന് വെച്ചാൽ പ്രോട്ടീൻ കൈനേസ് സീനെ ആക്ടിവേറ്റ് ചെയ്യും. ഓക്കെ, ഈ പ്രോട്ടീൻ കൈനേസ് സി കാരണമാണ്, അടുത്ത പേജ് എടുക്കോ, പ്രോട്ടീൻ കൈനേസ് സി കാരണമാണ് പിന്നെ പ്രശ്നം മൊത്തം വരുന്നത്. പ്രോട്ടീൻ കൈനേസ് സി എന്താണെന്ന് വെച്ചാൽ ഗ്രോത്ത് ഫാക്ടേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യും. അപ്പൊ ഗ്രോത്ത് ഫാക്ടേഴ്സ് സ്മൂത്ത് മസിൽ പ്രോലിഫറേഷനും ആൻജിയോജനസിസും സെൽ ഗ്രോത്തും ബേസ്മെന്റ് മെംബ്രെയിൻ തിക്കനിങ് ഒക്കെ ഉണ്ടാക്കും. ഓക്കെ, പിന്നെ എന്താണ് NFK ബീറ്റ, അത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കിയിട്ട് പെർമിയബിലിറ്റി ഓഫ് ദ സെൽസ് കൂട്ടും. അപ്പൊ ഇതിന്റെ മുന്നത്തെ പേജിൽ ഞാൻ 2 മോണോസൈറ്റിനെ മാക്രോഫേജിനെ വെച്ചിട്ടുണ്ട്. മോണോസൈറ്റ് എല്ലാം കണ്ടോ കേറിയിട്ട് അതിൻ്റെ അകത്ത് ലിപ്പിഡ് വന്ന് ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് ഫോം സെൽസ് ഉണ്ടാവുന്നത്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും പരിചയം തോന്നുന്നുണ്ടോ? അതെറോസ്ക്ലിറോസിന്റെ പാത്തോജൻസിസ്. പിന്നെ അതുപോലെ പ്രോട്ടീൻ കൈനേസ് സി എൻഡോതെലിൻ എന്ന് പറയുന്ന സാധനത്തിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ ഉണ്ടാക്കും. ഈ പ്ലേറ്റ്ലെറ്റ്സ് വീണ്ടും ഗ്രോത്ത് ഫാക്ടേഴ്സിനൊക്കെ സെക്രീറ്റ് ചെയ്യും, അങ്ങനെ പിന്നെ പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെ അവസാനം ഇത് പഠിക്കേണ്ട കാര്യമല്ല, പക്ഷെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതായത് അടുത്തത് പറയുമ്പോ ഒരു രസം ഉണ്ടാവും കേട്ടെ. അപ്പൊ അതെറോസ്ക്ലിറോസിസും ആർട്ടീരിയോസ്ക്ലിറോസിസ്, ത്രോംബോട്ടിക് ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും. ഈ വാസ്കുലർ ചേഞ്ചസ് കാരണമാണ് മൈക്രോവാസ്കുലർ ആൻഡ് മാക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസ് ഇൻ ഡയബറ്റിസ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഇനി പ്രിവെൻഷൻ പറയുമ്പം എന്താ ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടി വരാ? ഗ്ലൈസിമിക് കൺട്രോൾ, മെയിൻ ആയിട്ട് ഗ്ലൈസിമിക് കൺട്രോൾ. അതായത് ഗ്ലൈസിമിക് കൺട്രോൾ ചെയ്താൽ തന്നെ ഓൾമോസ്റ്റ് 60% ഓവറോൾ 60% റിഡക്ഷൻ ഉണ്ടാവും ഈ ക്രോണിക് കോംപ്ലിക്കേഷൻ. ഓക്കെ, സിഗ്നിഫിക്കന്റ് ഇഫക്റ്റ് ആണ്. അപ്പം ഗ്ലൈസിമിക് കൺട്രോൾ ആണ് മെയിൻലി പ്രിവെന്റ് ചെയ്യുന്നത്. പിന്നെ അഗ്രസീവ് മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് പ്രഷർ, അതായത് നമ്മൾ ACEസും അതുപോലെ ARBs എല്ലാം കൊടുത്ത് ഹൈപ്പർ ടെൻഷൻ മാനേജ് ചെയ്യുക. ഇതിന്റെ കൂടെ ഹൈപ്പർ ടെൻഷനും കൂടെ വന്നു കഴിഞ്ഞാൽ ഒന്നും കൂടെ അതുകൊണ്ട് BP മാനേജ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത പേര് കേട്ടോ, ഡയബറ്റിക് റെറ്റിനോപ്പതി. ആദ്യം ഡയബറ്റിക് റെറ്റിനോപ്പതിനെ പറ്റി പറയാം. ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞ പോലെ സെയിം പത്തോജൻസസ് തന്നെ, ഹൈപ്പർ ഗ്ലൈസീമിയ ഇൻഡ്യൂസ്ഡ് കാപ്പിലറി ഒക്ലൂഷൻ കാരണമാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ടാവുന്നത്. ഓക്കെ,
ഓക്കെ. അപ്പൊ എന്താവും വെച്ച് കഴിഞ്ഞാല് നമ്മൾ പറഞ്ഞില്ലേ കാപ്പിലറി പെർമിയബിലിറ്റി കൂടും. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നതുകൊണ്ട് കാപ്പിലറി പെർമിയബിലിറ്റി കൂടും. കാപ്പിലറി പെർമിയബിലിറ്റി കൂടുന്നതുകൊണ്ടാണ് റെറ്റിനൽ എഡിമയും അതുപോലെ ഹെമറേജ് എല്ലാം ഉണ്ടാവും. ഫസ്റ്റ് 2 പോയിന്റ്സ് ഉണ്ടോ, റെറ്റിനൽ എഡിമ ഹെമറേജ് ഉണ്ടാവും. ഓക്കെ, ഈ അങ്ങനെ കാപ്പിലറി ഒക്ലൂഷൻ ഉണ്ടാകുന്നത് നമുക്ക് റെറ്റിനൽ ആൻജിയോഗ്രഫിയിൽ നോക്കി കഴിഞ്ഞാലേ കാണാൻ പറ്റുള്ളൂ. ക്ലിനിക്കലി എന്താ കാണാൻ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാല് മാക്യുലർ എഡിമ ഉണ്ടാവും, ഹെമറേജസ് ഉണ്ടാവും, അതുപോലെ മൈക്രോ എന്യൂറിസംസ് ഉണ്ടാവും. പിന്നെ ഹാർഡ് എക്സുഡേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഫ്ലൂയിഡ് ഇല്ലേ, അതായത് പെർമിയബിലിറ്റി കൂടുതലായതുകൊണ്ട് ഫ്ലൂയിഡ് പുറത്തു പോകുന്നു ഞാൻ പറഞ്ഞില്ലേ, ആ ലീക്കിംഗ് ഫ്ലൂയിഡിന്റെ കൂടെ ലിപ്പിഡ്സും കൂടെ വന്ന് പ്രസിപ്പിറ്റേറ്റ് ചെയ്തിട്ടുണ്ടാവുന്നതാണ് ഹാർഡ് എക്സുഡേറ്റ്സ്. ഓക്കെ, പിന്നെ കോട്ടൺ വൂൾ സ്പോട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റെറ്റിനന്റെ നെർവ് ഫൈബർ ലെയർ ഇല്ലേ, അത് ഇസ്കീമിക് ആവുമ്പം ഭയങ്കര വൈറ്റ് കളർ ആവും. അതാണ് കോട്ടൺ വൂൾ സ്പോട്സ് ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇതിന്റെ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ പാൻ റെറ്റിനൽ ലേസർ ഫോട്ടോകോയാഗുലേഷൻ. അടുത്ത പേജ് എടുക്കാം. അപ്പൊ ഇതെന്ന് വെച്ചാല് ഡയബറ്റിക് അപ്പുറത്തത് ഡയബറ്റിക് റെറ്റിനോപ്പതി. ഇതുണ്ടോ, ഇതിലാണെങ്കിൽ ഈ ഹെമറേജും അന്യൂറിസം ഏതാണ്ട് ഒരുപോലെ ആയിട്ടിരിക്കുക. പക്ഷെ